ഹലോ. റംസാൻ നോമ്പ് സമയത്ത് ഒരുപാട് വെറൈറ്റി ഫുഡ് കിട്ടുന്ന ബാംഗ്ലൂരിലെ ഒരു ഏരിയയാണ് ഫ്രേസർ ടൗൺ. ഇവിടെ കഴിഞ്ഞ വർഷം വരെ ഈ റോഡരികിലൊക്കെ ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഇഫ്താർ വിരുന്നിന് വേണ്ടി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം വരെ അതുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം, ട്രാഫിക് ജാമിൻ്റെയും മറ്റു പല ഇഷ്യൂസ് കാരണം ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇപ്പം നിയർ ബൈ ആയിട്ടുള്ള റോഡ് സൈഡിലുള്ള ഹോട്ടൽസിലാണ് ഇഫ്താർ വിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 4:35 തൊട്ട് ഇവിടെ ഫുഡ് സ്ട്രീറ്റ് ഓപ്പൺ ആകും. അപ്പോൾ ആ സമയം ഞങ്ങളിവിടെ എത്തിയത് ഒരു 7:30 ആ ടൈമിലാണ്. അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡുണ്ട്. അതായത് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല പേരിലുള്ള ഫുഡുകൾ ഇവിടെ നമുക്ക് കിട്ടും. ബിരിയാണി, വെറൈറ്റീസ് ഓഫ് ബിരിയാണി ഉണ്ട്, പിന്നെ കെബാബ്, ഷവർമ, സമോസ, ബോണ്ട, പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് ഐറ്റംസ് ഒരുപാടുണ്ട്. പിന്നെ പുഡിങ്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ്റെ ഒരുപാട് ഐറ്റംസ്, നാൻ വിത്ത് ചിക്കൻ, മട്ടൺ, ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. നല്ല തിരക്കായിരുന്നു ഇവിടെ. നമുക്ക് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, നല്ല അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു. നല്ല തിരക്കാണ് ഇവിടെ. അത്യാവശ്യം ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് അവർ ഫുഡ് സെർവ് ചെയ്യുന്നതും ഫുഡ് കുക്ക് ചെയ്യുന്നതും ഒക്കെ. ഗ്ലൗസും മറ്റ് എന്താണ് തലയിലുള്ള ക്യാപ്പൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ ഫുഡ് കുക്ക് ചെയ്യുന്നതും ഫുഡ് സെർവ് ചെയ്യുന്നതും. അങ്ങനെ തന്നെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഫുഡ് കുക്ക് ചെയ്യുന്നതും സെർവ് ചെയ്യുന്നത്. ഫ്രേസർ ടൗണിൽ ഇങ്ങനെയൊരു ഫുഡ് സ്പോട്ട്, ഇങ്ങനെയൊരു ഇഫ്താർ വിരുന്ന് നടക്കുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഇത്രയധികം വെറൈറ്റി ഫുഡ് ഇവിടെ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത അധികം വെറൈറ്റീസ് ഓഫ് ഫുഡ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലും അതിനകത്ത് വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമൽ മീറ്റായിരുന്നു. ക്യാമൽ മീറ്റ് ഞാനും അധികം ഉണ്ടാവാത്തൊരു സാധനമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കഴിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ ക്യാമൽ മീറ്റ്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ്, അധികം ഐറ്റംസ് വാങ്ങിയിട്ട് വന്നു. ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ ലെഗ് പീസ്, ക്യാമൽ മീറ്റ്, അതുപോലെ ബീഫ് കടി ഒക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത്. നമ്മുടെ മെയിൻ ഐറ്റം നമുക്കിത് ഫുള്ള് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ആണ് കേട്ടോ. പല തരത്തിലുള്ള സ്വീറ്റ്സ് ഉണ്ടായിരുന്നു.
സോ റംസാൻ്റെ സമയത്ത് നമ്മുടെ ഇഫ്താർ വിരുന്നിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഫ്രഷ് സെക്ടർ. ഏത് വെറൈറ്റി ഫുഡും നമുക്ക് അവിടെ പോയാൽ കിട്ടും. അത്ര ടേസ്റ്റിയുമാണ്. അത്യാവശ്യം നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഏരിയയാണ്. ഫുഡൊക്കെ സെർവ് ചെയ്യുന്നതൊക്കെ വളരെ നമുക്കൊക്കെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ ഫുഡ് സെർവ് ചെയ്യുന്നതൊക്കെ. സോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയയാണ്. ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഗൈസ് എന്താണെങ്കിലും വന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോകാം കേട്ടോ. क्या है इसका देखा सिंगल समोसा बोले तो कौन सा देना? हाँ एक प्लेट वेल शवरमा उधर पे करके टोकन ले लीजिए चिकन